Good evening. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഗുഡ് ഈവനിങ്. ഇന്നലെ ക്ലാസ്സിൽ ഉള്ളവർ തന്നെയാണല്ലോ അല്ലെ? ഇന്നും അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇന്നലെ നമ്മൾ ജേണലാണ് നോക്കിയത്. അതിന്റെ തന്നെ വെച്ചിട്ട് നമുക്ക് ലെഡ്ജർ പോസ്റ്റിംഗ്, അതുപോലെ ട്രേഡിങ്, പി ആൻഡ് അക്കൗണ്ട്, ഇങ്ങനെ കുറച്ച് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതിൻ്റെ അകത്ത് ഇന്നലെ തന്നെ നമ്മൾ ജേണൽ നോക്കി. ജേണൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നലെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ അക്കൗണ്ട്സുകൾക്കും ജേണൽ വരച്ചു വേണം പോകാൻ. അതുപോലെ തന്നെ എന്തെല്ലാം ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടന്നാലും അതിലെല്ലാം ലെഡ്ജറും പോസ്റ്റ് ചെയ്ത് വേണം പോകാൻ. അപ്പം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ജേണലും ലെഡ്ജറും ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ജേണലും ലെഡ്ജറും നമുക്കറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബേസിക് അക്കൗണ്ടിങ് ആണ് ജേണലായിട്ട് പറയുന്നത്. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യനോടെ പറയുവാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്ത് തന്നെ പോകാം. ഇന്നലെ ചെയ്ത പോലെ തന്നെ നമുക്ക് അക്കൗണ്ട്സ് ഓരോന്ന് വരച്ച് പോകാം. ഞാൻ ഫസ്റ്റ് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പറയാം. നിങ്ങളുടെ കയ്യിലെല്ലാം ബുക്കും ഒരു പേന, ഒരു കാൽക്കുലേറ്റർ ഒക്കെ എല്ലാവരും എടുത്തു വെക്കുക. കാരണം നമുക്ക് ഇനി ഫൈനൽ അക്കൗണ്ട്സ് വരയ്ക്കുമ്പോൾ കാൽക്കുലേറ്റർ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പറയുവാണ്. നിങ്ങളുടെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ എല്ലാം കുറെ മോഡലുകൾ കിടപ്പുണ്ട്. ഞാൻ അതിൽ ഒരു ക്വസ്റ്റ്യൻ പറയുവാണ്. April 1st, നിങ്ങൾ റെഡിയല്ലേ? എഴുതാൻ റെഡിയല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലല്ലോ? ക്ലിയർ ആവുന്നില്ലല്ലോ? സ്പീഡ് കൂടുതലാണല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ ചോദിച്ചു പോകണം. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഉള്ള ഫൈനൽ അക്കൗണ്ട്സിലേക്കൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ മനസ്സിലായി പോകുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ ഞാൻ ഒപ്പം പറയുന്ന എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്തു പോകാൻ തന്നെ നോക്കണം. കേട്ടുപോയാൽ ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് ചെയ്തു തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ പറയുവാണ്. 2021 April 1st, Mohan started business with cash 5,000. Mohan started business with cash 5,000. April 2nd, deposit in the bank. Mohan started business with cash 5,000.
സെക്കൻഡ്, ഏപ്രിൽ സെക്കൻഡ്, ഡിപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. ഡിപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് 500, 500. ഏപ്രിൽ തേർഡ്, ഏപ്രിൽ തേർഡ്, ഏപ്രിൽ തേർഡ്, ഏപ്രിൽ തേർഡ്, ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് 200. Furniture purchased for cash 200. April 5th, purchased goods for cash 400. Purchased goods for cash 400. April 8th, purchased goods from Mr. Ram on credit 1000. April 8th, purchased goods from Ram on credit 1000. Next, April 16, goods sold to Mr. Ram for cash. Goods sold to Mr. Ram for cash 600. 600. 600. Next, 24th, goods sold on credit to Ramesh. Goods sold to credit to Ramesh 300. 300. Twenty-eighth, received cash from Ramesh. Received cash from Ramesh 300. Received cash from Ramesh 300. Next, April 30, April 30, paid rent 100. Paid rent 100. April 30, paid salary 200. Paid salary 200. ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ ഒന്ന് പറയുക. ഏതെങ്കിലും എമൗണ്ടോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പറയുക. അപ്പം നമുക്ക് ജേണൽ വരയ്ക്കാം.
ജേണലിന്റെ ഫോർമാറ്റ് ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇന്നലെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 2-3 പ്രോബ്ലംസ് ചെയ്തതാണ്. ജേണലിന്റെ ഫോർമാറ്റ് ഓർക്കുന്നവര് ഒന്ന് പറഞ്ഞേ. ഓക്കെ, യു വിൽ റൈറ്റ് date, particulars, date, connection. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഡേറ്റ്, പർട്ടിക്കുലർ, ഡേറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വേണം എഴുതാൻ. ഡേറ്റ്, പർട്ടിക്കുലർ, നേരെ നേരെ എഴുതണം. പർട്ടിക്കുലർ കോളം കുറച്ച് വലുതായിരിക്കണം. പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ പലവിധ ഐറ്റംസ് എഴുതാനുള്ള കോളം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, പിന്നെയുള്ളത് LF എന്ന് വിളിക്കും. LF എന്ന് വിളിക്കും, ചെറിയ കോളം മതി. പിന്നെ ഡെപ്റ്റർ, ക്രെഡിറ്റർ. ഡെപ്റ്റർ, ക്രെഡിറ്റർ. ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ഡേറ്റ്, പർട്ടിക്കുലർ, LF, ഡെപ്റ്റർ, ക്രെഡിറ്റർ. ഇത്രയും കോളം വരയ്ക്കുക. അപ്പൊ നമുക്ക് ഓരോ അക്കൗണ്ട്സ് വീതം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താണ് മോഹൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്? എന്തെങ്കിലും അത് കിട്ടിയവരൊന്ന് പറയാൻ പറ്റുമോ? ഇന്നലെ പ്രോബ്ലംസ് ചെയ്തവർക്ക് അതറിയാം. അവരൊന്ന് പറയുമോ? മോഹൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എനിബഡി? Cash account debtor to capital. ഓക്കെ, വെരി ഗുഡ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ട് ഏതിന്റെ രൂപത്തിൽ? ക്യാപിറ്റൽ, മുതൽ മുടക്കിന്റെ രൂപത്തിൽ ക്യാഷ് എത്തുന്നു. അപ്പൊ എൻട്രി വരുന്നത് നമ്മൾ എഴുതേണ്ടത് പർട്ടിക്കുലർ കോളത്തിൽ, ഡേറ്റിന്റെ കോളത്തിൽ ഡേറ്റ് എഴുതുക. പർട്ടിക്കുലർ കോളത്തിൽ എഴുതി വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എഴുതണം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നാണ് കേട്ടോ. അപ്പൊ ക്യാഷിന്റെ നേരെ കൊണ്ടുപോയി 5,000 എന്ന് എഴുതി വെക്കുക. ക്യാപിറ്റലിന്റെ നേരെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയി 5,000 എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഫസ്റ്റ് മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമ്മൾ സെക്കൻഡ്, അതിന്റെ താഴോട്ട് തന്നെ നമ്മൾ ഒരു ഒറ്റ കോളത്തിലാണ് ഇതെല്ലാം എഴുതേണ്ടത്. അപ്പൊ പർട്ടിക്കുലർ കോളത്തിൽ നെക്സ്റ്റ് ഡേറ്റിന്റെ കോളത്തിൽ April 2 എന്ന് കൊടുക്കുക. ഡിപ്പോസിറ്റ് ഇൻ ടു ദ ബാങ്ക്. ഡിപ്പോസിറ്റ് ഇൻ ടു ദ ബാങ്ക്. എനിബഡി? ഡിപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് ക്യാഷ് കൊണ്ടുപോയി ഇട്ടു എന്നാണ്. അതായത് ക്യാഷ് പോയി എന്നാണ് അർത്ഥം. ക്യാഷ് ബാങ്കിലേക്ക് പേയ്മെന്റ് നടത്തി എന്നാണ് അർത്ഥം. ഡിപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് കൊടുത്തെന്നാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ പറയാൻ? എൻട്രി എങ്ങനെ എഴുതും?
ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? നമുക്ക് തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എൻട്രി എഴുതുമ്പോൾ ഫസ്റ്റ് നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ തെറ്റിലൂടെ പഠിക്കുള്ളൂ. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ഇതിൽ എഴുതുന്നത്? ഹലോ, കാണാം. അപ്പൊ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ബാങ്കിലേക്കാണ് ചെന്നത് കൊണ്ട് അത് ഡെബിറ്റ് ചെയ്യണം. എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ക്യാഷ് ആണ് കൊണ്ടുപോയിരിക്കുന്നത്. ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക്. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ക്യാഷ് ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതിയത്. അപ്പൊ ബാങ്കിന്റെ നേരെ എഴുതുക 500, ക്യാഷിന്റെ നേരെ എഴുതുക ക്രെഡിറ്റ് സൈഡിൽ 500. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നെക്സ്റ്റ് April 3 എഴുതുക. April 3. April 3 എന്താണ്? ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. വെരി ഈസി. എങ്ങനെ എഴുതും? ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. എന്താണ് വാങ്ങിച്ചതെന്ന് കൃത്യം പറയുന്നുണ്ട്. കിട്ടുന്നത് എന്താണോ അതിനെ ഡെബിറ്റ് ചെയ്യണം, പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെ എൻട്രി വരുന്നത്? ഫർണിച്ചർ അക്കൗണ്ട് യെസ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി വരുന്നത്. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? ഫർണിച്ചറിന്റെ നേരെ 200 എഴുതുക, ക്യാഷിന്റെ നേരെ 200 എഴുതുക. അത് ക്രെഡിറ്റ് ആണ്. ഫർണിച്ചർ ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. നെക്സ്റ്റ് എൻട്രി വരുന്നത് April 5 April 5. April 5 എങ്ങനെ വരും? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. എനിബഡി? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് എന്തോ സാധനം വാങ്ങിച്ചു, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ എങ്ങനെ എൻട്രി വരുന്നത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എന്തോ സാധനം വാങ്ങിച്ചു, അതിനാൽ അതിനെ ഡെബിറ്റ് ചെയ്തു. എന്ത് കൊടുത്താണ് വാങ്ങിച്ചത്? ക്യാഷ് കൊടുത്ത്. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത്. ക്യാഷ് പോയി, പേയ്മെന്റ് നടത്തിയോണ്ടാണ്. ക്യാഷ് കിട്ടുവാണെങ്കിൽ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം.
അപ്പൊ അവിടെ ക്ലിയർ ആയല്ലോ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസസിന്റെ നേരെ എഴുതുക 400. ക്യാഷിന്റെ നേരെ ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് കോളത്തിൽ എഴുതുക 400. നെക്സ്റ്റ് എൻട്രി നോക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ രാം 1000 ഓൺ ക്രെഡിറ്റ്. എടുത്തു പറയുന്നുണ്ട് ക്രെഡിറ്റ് എന്ന്. അപ്പൊ നമുക്ക് ക്യാഷ് എന്ന് അവിടെ കാണിക്കാൻ പറ്റുമോ? ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ കടമായിട്ട് വാങ്ങിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ ക്യാഷ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാ എഴുതേണ്ടത്? ഒരു വ്യക്തിയിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മിസ്റ്റർ രാം എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ് എൻട്രി? പർച്ചേസസ്, എന്തോ സാധനം വാങ്ങിച്ച് എന്താണെന്ന് അറിയില്ല, അക്കൗണ്ട് ഡെപ്റ്റ് ടു മിസ്റ്റർ രാം. രാം ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. അപ്പൊ മിസ്റ്റർ രാം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്. രാംന്ന് പേര് പറഞ്ഞില്ലായിരുന്നു, അവിടെ ക്രെഡിറ്റേഴ്സ് എഴുതിയാൽ മതിയായിരുന്നു. അപ്പൊ അവിടെ രാംന്ന് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്തെഴുതണം? പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു മിസ്റ്റർ രാം 1000 എന്ന് എഴുതുക. 1000 പർച്ചേസസിന്റെ നേരെ 1000 എന്ന് എഴുതുക. ഡെബിറ്റ് സൈഡിൽ രാമിന്റെ നേരെ 1000 എന്ന് എഴുതുക. ക്ലിയർ ആയല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ തന്നെ ചോദിച്ചു പോണേ. നെക്സ്റ്റ് നമ്മുടെ അടുത്ത അക്കൗണ്ട്സ് ഏപ്രിൽ 16 16-ാം തീയതി നടക്കും. ഡേറ്റ് കോളത്തിൽ 16 എന്ന് എഴുതുക. ഗുഡ്സ് സോൾഡ് ടു മിസ്റ്റർ രാം ഫോർ ക്യാഷ്. അപ്പൊ അവിടെ എടുത്തു പറയുന്നുണ്ട് സാധനം വാങ്ങിച്ചു രാമിന്റെ കയ്യിൽ നിന്ന്. എങ്ങനെയാണ്? ക്യാഷ് കൊടുത്തിട്ടാണ്. അവിടെ എടുത്തു പറയുന്നു രാമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ക്യാഷ് കൊടുത്താണ്, ക്രെഡിറ്റ് അല്ല. എങ്ങനെ എൻട്രി വരുന്നത്? പർച്ചേസസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെയിൽസ് വരുമ്പോൾ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് രാമിന് സെയിൽസ് നടത്തിയെന്നാണ് കാണിക്കേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ എഴുതേണ്ടത് രാം അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. രാം അക്കൗണ്ട് എന്നാണ്. എ ബാർ സി എന്ന് പറഞ്ഞ അക്കൗണ്ട് എന്നാണ്. ഡി ആർ എന്ന് പറഞ്ഞ ഡെപ്റ്റർ എന്നാണ്. രാം അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്. രാം അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് 600 600 എന്ന് എമൗണ്ട് കോളത്തിൽ 2 കോളത്തിലും എഴുതുക. ഡെബിറ്റ് കോളത്തിൽ 600, ക്രെഡിറ്റ് കോളത്തിൽ ക്യാഷിന്റെ നേരെ 600. നെക്സ്റ്റ്
നെക്സ്റ്റ് എൻട്രി നോക്കിക്കേ, ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു രമേശ്. ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു രമേശ്. ഡേറ്റ് കോളത്തിൽ എഴുതുക 24 എന്ന്. ഡേറ്റ് കോളത്തിൽ 24 എന്ന് എഴുതുക. സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു രമേശ്. ഇപ്പൊ എങ്ങനെ വരും? നമുക്കവിടെ ക്രെഡിറ്റ് എന്ന് എടുത്തു പറയുന്നുണ്ട്. ആരുടെ കയ്യിൽ നിന്നാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്? രമേശ് എന്ന വ്യക്തിയിൽ നിന്നാണ്. പർച്ചേസ് അല്ല നടന്നിരിക്കുന്നത്, സെയിൽസ് ആണ്. അപ്പം വിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. രമേശ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കടമായിട്ട്. അപ്പൊ അങ്ങനെയാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എഴുതും? രമേശിന് കൊടുത്തു എന്ന് കാണിക്കുക, കടമാണ്. രമേശ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. രമേശ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് എഴുതി വെക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആയിട്ട് പോകണം. ഇത് ഫസ്റ്റ് പ്രൈമറി ബേസിക് ആണ്. ഇത് ക്ലിയർ ആയാലേ അടുത്ത പോർഷനിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കടക്കാൻ പറ്റുള്ളൂ. രമേശ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പൊ അവിടെ നമുക്ക് അവിടെ നോക്കിക്കുക, റിസീവ്ഡ് സോൾഡ് ഗുഡ്സ് ടു രമേശ് 300 ആണ് എമൗണ്ട് വരുന്നത്. ഇപ്പൊ 300 ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും എഴുതുക. നെക്സ്റ്റ് എൻട്രി വരുന്നത് ഗുഡ്സ് റിസീവ്ഡ് ക്യാഷ് ഫ്രം രമേശ്. രമേശിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയെന്നാണ്. നെക്സ്റ്റ് 28 ഡേറ്റ് കോളത്തിൽ എഴുതുക. 28 എന്ന് എഴുതുക. റിസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് കിട്ടുകയാണ് അല്ലേ? ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? റിസീവ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രമേശ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം രമേശ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രമേശ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രമേശ് 300. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രമേശ്. നെക്സ്റ്റ് എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രമേശ് എന്ന് പറയുമ്പോൾ 300 തിരിച്ചു കിട്ടി. കടം കൊടുത്ത അത്ര എമൗണ്ട് തിരിച്ചു കിട്ടി.
അപ്പം 300 ക്യാഷ് അക്കൗണ്ടിന്റെ നേരെ 300 എന്ന് എഴുതണം. പിന്നെ രമേശിന്റെ നേരെയും 300 എന്ന് എഴുതണം. നെക്സ്റ്റ് എൻട്രി നോക്കിക്കേ, ഏപ്രിൽ 30 ഏപ്രിൽ 30 എഴുതുക. ഡേറ്റ് കോളത്തിൽ പെയ്ഡ് റെന്റ്. സിമ്പിൾ ആണ്. റെന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? റെന്റ് കൊടുത്തു എന്നാണ് മീൻ ചെയ്യുന്നത്. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. പെയ്ഡ് റെന്റ്, റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതുക. 100. നെക്സ്റ്റ് ഏപ്രിൽ 30 പെയ്ഡ് സാലറി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നമ്മൾ എഴുതേണ്ട എൻട്രി എങ്ങനെയാണ്? പെയ്ഡ് സാലറി കൊടുത്തു എന്നാണ്. സാലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ആയിട്ടാണ് സാലറി കൊടുക്കുന്നത്. ബാങ്കിൽ നിന്നൊന്നും പറയുന്നില്ല, പെയ്ഡ് സാലറി എന്ന് മാത്രമേ പറയുന്നു. അപ്പൊ നമ്മൾ എഴുതേണ്ടത് സാലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് 200. ഇത്രയും ക്ലിയർ ആയോ? ജേണൽ എൻട്രിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചു പോണം. ഇതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ജേണൽ എൻട്രി ഒന്നുകൂടെ പറഞ്ഞേ. ഗുഡ്സ് സോൾഡ് ടു മിസ്റ്റർ രാം എന്നോ? ഗുഡ്സ് സോൾഡ് ടു മിസ്റ്റർ രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി വരുന്നത് പറയാം. ഗുഡ്സ് നമ്മൾ വിറ്റു, രാമിന് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാമിന് വിറ്റു എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ക്യാഷ് ആയിട്ടാണ് വിറ്റിരിക്കുന്നത്. ക്യാഷ് രാം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്യാഷ് കിട്ടിയതായിട്ട് കാണിക്കണം. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നതായിട്ടാണ് എൻട്രി വരുന്നത്. അതാണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. രാം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടാണ്. പേര് പറഞ്ഞില്ല, നമ്മളവിടെ സെയിൽസ് എന്ന് കാണിച്ചാൽ മതിയായിരുന്നു, വിറ്റതായിട്ട് കാണിക്കാം. പക്ഷെ ഇവിടെ പേര് വന്നതുകൊണ്ട് പേര് സ്പെസിഫൈ ചെയ്ത് ആരിൽ നിന്ന് കിട്ടി എന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്ത് കാണിക്കണം. ക്യാഷ് ആരിൽ നിന്നോ കിട്ടി എന്നുള്ളതാണ് 16-ാം തീയതി നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ. നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാം എന്നാണ് കാണിക്കേണ്ടത്. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ആര് വഴി? രാം വഴി. അപ്പൊ എങ്ങനെയാണ് നടന്നത്? സെയിൽസ് നടന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ലെഡ്ജർ പോസ്റ്റ് ചെയ്യാൻ പഠിക്കാം. ലെഡ്ജർ പോസ്റ്റിംഗ് ആണ് ഇനി പഠിക്കേണ്ടത്. ലെഡ്ജർ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിനും, ഇപ്പൊ ജേണൽ എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ എഴുതി വെച്ചു. പക്ഷെ ലെഡ്ജർ അങ്ങനെ പറ്റത്തില്ല. ഓരോന്നിനും ഇപ്പൊ നമ്മളിപ്പോ ഓരോ പേര് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഓരോ ബുക്കിൽ ഓരോ പേജ് കൊടുക്കും. ഇന്നയാള് ഇന്ന ദിവസം ഇത്ര രൂപ വെച്ച് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇന്ന ദിവസം ഫർണിച്ചർ വാങ്ങിച്ചു, അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോന്നിനും അക്കൗണ്ട് ഓരോ ബുക്കിന്റെ പേജ് കൊടുക്കുന്ന പോലെ
നമുക്ക് ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ഒരു കൂട്ടം അക്കൗണ്ട്സുകളുടെ എല്ലാം ഗ്രൂപ്പിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെക്കൻഡറി എൻട്രി. ഇറ്റ് ഈസ് എ സെക്കൻഡറി എൻട്രി ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ലെഡ്ജറിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഡേറ്റ്, പർട്ടിക്കുലർ, ഡേറ്റ്, പർട്ടിക്കുലർ, സ്ട്രൈറ്റ് വളരെ ചെറുതാക്കി എഴുതാവുള്ളൂ. ഇത് 2 ഡബിൾ കോളം ആണ്. ഡേറ്റ് പർട്ടിക്കുലർ എന്ന് എഴുതുക. ശേഷം വരുന്ന നെക്സ്റ്റ് സ്ട്രൈറ്റ് തന്നെ എഴുതണം. ലെഡ്ജർ പോളിയോ, ജേണൽ പോളിയോ. ജേണൽ പോളിയോ എന്ന് ചെറിയൊരു കോളത്തിൽ എഴുതുക. പിന്നെ എമൗണ്ട് എന്ന് കൊടുക്കുക. എമൗണ്ട്. മനസ്സിലായോ? ഡേറ്റ്, പർട്ടിക്കുലർ, ജേണൽ പോളിയോ, എമൗണ്ട്. വീണ്ടും എഗെയിൻ സ്ട്രൈറ്റ് തന്നെ എഴുതുക. വളരെ ചെറിയ കോളം ആയിരിക്കണം. ഡേറ്റ്, പർട്ടിക്കുലർ, ജേണൽ പോളിയോ ആൻഡ് എമൗണ്ട്. ഇതെല്ലാം സ്ട്രൈറ്റ് തന്നെ എഴുതണം. ഫസ്റ്റ് കോളം പറയാം. ഡേറ്റ്, പർട്ടിക്കുലർ, നിങ്ങളുടെ ബുക്സ് കിടപ്പുണ്ട്. പേജ് നമ്പർ 10 ഇതിന്റെ ഫോർമാറ്റ് കിടപ്പുണ്ട്. ലെഡ്ജർ പോസ്റ്റിംഗിന്റെ ഡേറ്റ്, പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം. വീണ്ടും ആ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എഴുതുക. ഡേറ്റ്, പർട്ടിക്കുലർ, ലെഡ്ജർ പോളിയോ, എമൗണ്ട്. ലെഡ്ജർ പോളിയോ അല്ല, ജേണൽ പോളിയോ, JF എന്നാണ്. അത് ചെറിയൊരു കോളം മാത്രം മതി. അപ്പൊ നമുക്ക് ഓരോരോ അക്കൗണ്ട്സുകളായിട്ട് വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് വരയ്ക്കേണ്ടത്, നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് താഴെ ഒരു വരയൊക്കെ വരയ്ക്കുക. അതിനുശേഷം വീണ്ടും ഞാൻ പറഞ്ഞ ഫോർമാറ്റ് അങ്ങോട്ട് വരയ്ക്കണം. ഒരുപാട് നീളത്തിലൊന്നും വരയ്ക്കണ്ട, ചെറുതാക്കി വരച്ചാൽ മതി. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ലെഡ്ജർ പോളിയോ വേണമെങ്കിൽ ചെറുതായിട്ട് സൈഡിൽ കൊടുക്കാം. വീണ്ടും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ പോളിയോ, എമൗണ്ട്. ഇത് ഡെബിറ്റ് സൈഡ് ആണ്. ഫസ്റ്റ് കോളത്തിൽ ഡേറ്റ, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ്. സെക്കൻഡ് കോളം ഡേറ്റ, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് ക്രെഡിറ്റ് സൈഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ
ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതി. അതിന്റെ അവിടെ എഴുതേണ്ടത് എന്താണ്? ക്യാപിറ്റലിന്റെ ജേണൽ എടുത്തു നോക്കുക. ക്യാപിറ്റലിന്റെ ജേണലിന്റെ അകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. നമുക്ക് എഴുതേണ്ടത് എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ്. നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ഞാൻ പറഞ്ഞല്ലോ 2 സൈഡ് ഉണ്ടെന്ന്. ക്രെഡിറ്റ് സൈഡിൽ വേണം. ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എഴുതിയ കോളത്തിന് നേരെ ഇപ്പുറം കിടക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയി ഡേറ്റ് കോളത്തിൽ April 1 എന്ന് എഴുതണം. ഡേറ്റ് കോളത്തിൽ April 1 എന്ന് എഴുതുക ക്രെഡിറ്റ് സൈഡില്. പിന്നെ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു കാരണവശാലും ക്യാപിറ്റൽ എന്നുള്ള പേര് ചേർക്കാൻ പറ്റത്തില്ല. അവിടെ എന്ത് ട്രാൻസാക്ഷൻ ആണോ നടന്നത് അത് മാത്രമേ നമുക്ക് അവിടെ കാണിക്കാൻ പറ്റൂ. അവിടെ നടന്ന ട്രാൻസാക്ഷൻ എന്താണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ അവിടെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയി ബൈ ക്യാഷ് എന്ന് എഴുതി വെക്കണം. ബൈ ക്യാഷ് എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ കിടക്കുന്ന എമൗണ്ട് കോളത്തിൽ 5000 എന്ന് എഴുതണം. ക്യാഷ് എന്ന് എഴുതുക. അതിന്റെ നേരെ കൊണ്ടുപോയി ബൈ ക്യാഷ് എന്ന് എഴുതുക. അതിന്റെ എമൗണ്ട് കോളത്തിൽ 5000 എന്ന് എഴുതുക. ക്ലിയർ ആയോ? നിങ്ങൾ ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ ഏത് സൈഡാന്ന്? ലെഫ്റ്റ് റൈറ്റ് സൈഡ് ആണ്. ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ്, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ക്രെഡിറ്റ് സൈഡ്. ഇനി നമുക്ക് അടുത്ത അക്കൗണ്ട്സ് ഇതുപോലെ തന്നെ വരയ്ക്കണം. നെക്സ്റ്റ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞത്. ഇനി വരയ്ക്കേണ്ട അക്കൗണ്ട്സ് ക്യാഷ് അക്കൗണ്ട് ആണ്.
ക്യാഷ് അക്കൗണ്ടിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ടാണ്. നമ്മളത് ആദ്യമേ ഡേറ്റ്, പർട്ടിക്കുലർ, എമൗണ്ട്, വീണ്ടും ഡേറ്റ് എന്ന് എഴുതുക, പർട്ടിക്കുലർ എന്ന് എഴുതുക, എമൗണ്ട്, ഫോർമാറ്റ് താഴോട്ട് വരയ്ക്കുക. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഡെപ്റ്റർ സൈഡ് ആണ്. ഡെപ്റ്റർ സൈഡ് പറഞ്ഞു പോകാം. ആദ്യമേ വരച്ചു എല്ലാരും. ഏപ്രിൽ 1 എഴുതുക. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളത്തിൽ ഏപ്രിൽ 1 എന്ന് എഴുതുക. 1 എന്ന് എഴുതിയിട്ട് പർട്ടിക്കുലർ കോളത്തിൽ കൊണ്ടുപോയി, ഞാൻ ഡെബിറ്റ് സൈഡ് ആണ് പറയുന്നത്, പർട്ടിക്കുലർ കോളത്തിൽ, പർട്ടിക്കുലർ എന്നാണ്, പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ നോക്കുക. ഫസ്റ്റ് ജേണൽ നോക്കുക. ജേണൽ വെച്ചിട്ട് ലെഡ്ജർ എഴുതാൻ പറ്റുള്ളൂ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ അവിടെ എഴുതേണ്ടത് ഏതാണ്? ടു മോഹൻസ് ക്യാപിറ്റൽ. നമ്മൾ അവിടെ ടു ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. പർട്ടിക്കുലർ കോളത്തിൽ ടു ക്യാപിറ്റൽ, ടു ക്യാപിറ്റൽ എന്ന് എഴുതുക. അതായത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന കോളത്തില് ടു ക്യാപിറ്റൽ എന്ന് എഴുതുക. അതിന്റെ നേരെ എമൗണ്ട് കോളത്തിൽ, എമൗണ്ട് നെക്സ്റ്റ് കോളം എമൗണ്ട് കോളമാണ്. എമൗണ്ട് കോളത്തിൽ 5000 എന്ന് എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ 5000. എന്ന് എഴുതിയില്ലോ അല്ലെ? ഇനി നമുക്ക് നോക്കണം, താഴോട്ട് വരുമ്പോൾ അവിടെ ഒരു ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 16-ാം തീയതി ക്യാഷ് അക്കൗണ്ട് 16-ാം തീയതി വരുമ്പം നമുക്ക് അവിടെ സെയിൽസ് നടത്തി. അത് പക്ഷെ രാമിന്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് എഴുതണ്ട. പിന്നെയുള്ള ഒരു അക്കൗണ്ട് വരുന്നത് രമേശ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞ് 28-ന് ഒരു അക്കൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ തന്നെ എഴുതുക. ഈ ഡെബിറ്റ് സൈഡ് 2 എന്നാണ് നമ്മൾ കാണിക്കേണ്ടത് കേട്ടോ. എല്ലാ ഐറ്റവും 2 എന്ന് പറഞ്ഞാണ് കാണിക്കേണ്ടത്. 28 എന്ന് എഴുതുക. ടു രമേശ് അക്കൗണ്ട്. ടു രമേശ് അക്കൗണ്ട് 300.
ക്യാപിറ്റൽ അക്കൗണ്ട് നെക്സ്റ്റ് 28ന് ടു രമേശ് അക്കൗണ്ട് എന്ന് എഴുതുക 300. നെക്സ്റ്റ് നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാം. കുറെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതണം. അതെങ്ങനെയാണ് എഴുതുന്നത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? നമ്മൾ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് ഒരു സൈഡിൽ എഴുതി, അതുപോലെ തന്നെ വീണ്ടും എഴുതിയിട്ടുണ്ട് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പൊ അതിന് ആ സൈഡാണ് ക്രെഡിറ്റ് സൈഡ്, അതായത് റൈറ്റ് സൈഡിൽ വരുന്നത്. റൈറ്റ് സൈഡിൽ നമ്മൾ ജേണൽ നോക്കി ഓരോന്നും പോസ്റ്റ് ചെയ്യണം. ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ക്യാഷ് അക്കൗണ്ടിൽ കാണിച്ചേ പറ്റുള്ളൂ. അത് ചിലത് ക്യാഷ് കൊടുത്തതാണെങ്കിൽ അതെവിടെ വരുന്നു? ക്രെഡിറ്റ് സൈഡിൽ വരുന്നു. കിട്ടിയത്, റിസീവ് ചെയ്തത് ഇങ്ങോട്ട് ബിസിനസ്സിലേക്ക് കിട്ടിയതാണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. അപ്പൊ ഇവിടെ വരുന്നത് എങ്ങനെയാണ്? നമ്മളപ്പോ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുക, ഡേറ്റ് കോളം എടുക്കുക, ഡേറ്റ് കോളത്തിന്റെ അവിടെ അതായത് റൈറ്റ് സൈഡിലേക്ക് അവിടെ എഴുതുക April 2 എന്ന് ഡേറ്റ് കോളത്തിൽ എഴുതുക April 2. അപ്പൊ അവിടെ ഒരു എൻട്രി കിടപ്പുണ്ട് April 2 കണ്ടോ? ഡിപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടോ? അപ്പൊ ബാങ്കിലേക്ക് കൊടുത്തതായിട്ട് കാണിക്കണ്ടേ? അപ്പൊ എന്താ എഴുതേണ്ടത്? പർട്ടിക്കുലർ കോളത്തിൽ ബൈ ബാങ്ക്, ബൈ ബാങ്ക് 500, ബൈ ബാങ്ക് 500, ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് 500 കാണിക്കുക. പിന്നെ നെക്സ്റ്റ് April 3 500 എഴുതേണ്ട എമൗണ്ട് കോളത്തിലാണ്. 3 ഫർണിച്ചർ പർച്ചേസ്ഡ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ജേണൽ എൻട്രി എഴുതി ഫർണിച്ചർ പർച്ചേസ്ഡ് എങ്ങനെയാണ് എഴുതിയത്? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ചെയ്ത് കാണിക്കണം. ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? April 3 എന്ന് എഴുതുക. April 3 എന്ന് ഡേറ്റ് കോളത്തിൽ എഴുതുക. ബൈ ഫർണിച്ചർ എന്ന് എഴുതുക. ബൈ ഫർണിച്ചർ എത്രയാണ് എമൗണ്ട്? 200. എമൗണ്ട് കോളത്തിൽ 200 എന്ന് എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നുണ്ട് ബൈ എന്നാണ് കാണിക്കേണ്ടത്. ബൈ ഫർണിച്ചർ 200.
നമ്മൾ ഫർണിച്ചർ അക്കൗണ്ട് 200 എന്ന് എഴുതി. ഇനി നമുക്ക് എൻട്രി വരുന്നത് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5th പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു ഏപ്രിൽ 5th ഒരു എൻട്രി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതുന്നത്? പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലെ? ഏപ്രിൽ 5th ജേണൽ എൻട്രി നോക്കിക്കേ. അപ്പൊ ഇതെന്താണ്? പർച്ചേസ് എന്ന് പറയുന്ന ക്യാഷിൽ കൊണ്ടുപോയി ടു പർച്ചേസ് എന്ന് എഴുതി വെക്കാൻ പറ്റത്തില്ല. പർച്ചേസ് ഡെബിറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഡേറ്റ് എഴുതുക 5th എന്ന്. പിന്നെ എഴുതേണ്ടത് ഏതാ? പർച്ചേസസ് ബൈ പർച്ചേസസ് എന്ന് പർട്ടിക്കുലർ കോളത്തിൽ എഴുതുക. എമൗണ്ട് കോളത്തിൽ 400 എന്ന് എഴുതുക. എമൗണ്ട് കോളത്തിൽ 400 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ബൈ സൈഡിൽ എഴുതേണ്ടത് ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടതാണ് ഏപ്രിൽ 30. ഏപ്രിൽ 30 ഡേറ്റ് കോളത്തിൽ ഏപ്രിൽ 30 എന്ന് കൊടുക്കുക. ബൈ റെന്റ് എന്നാണ് കൊടുക്കേണ്ടത്. ബൈ റെന്റ് എത്രയാണ് കൊടുത്തത്? 100. എമൗണ്ട് കോളത്തിൽ 100 എന്ന് എഴുതുക. എമൗണ്ട് കോളത്തിൽ 100 എന്ന് എഴുതുക. ഇത് ഡേറ്റ് കോളമാണെന്ന് ഓർക്കുക. ഇത് രണ്ടാമത്തെ കോളം പർട്ടിക്കുലർ കോളം, മൂന്നാമത്തെ കോളം എമൗണ്ട് കോളം. അങ്ങനെ 6 കോളങ്ങളാണ് ഒരു ലെഡ്ജറിന്റെ അകത്ത് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമുക്കവിടെ സാലറി കൊടുത്തെന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പം ഏപ്രിൽ 30 ജേണൽ നോക്കുക. സാലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ എഴുതേണ്ടത്? അതിന്റെ താഴോട്ട് തന്നെ 30 എന്ന് എഴുതുക. സാലറി എന്ന് എഴുതുക. ബൈ സാലറി. എമൗണ്ട് കോളത്തിൽ 200 എന്ന് എഴുതുക. എമൗണ്ട് കോളത്തിൽ 200 എന്ന് എഴുതുക. എമൗണ്ട് കോളത്തിൽ 200 എന്ന് എഴുതുക. ഇനി നമുക്ക് ഇത്ര അക്കൗണ്ട്സുകളാണ് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? 2 സൈഡ് ഈക്വൽ ആക്കി അങ്ങ് ഇടുക. അപ്പൊ ഞാൻ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം കൂടെ നിങ്ങൾ നോക്കണം. കൂട്ടി നോക്കിയിട്ട് 2 കോളത്തിലും ബാലൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവെന്ന് നോക്കുക. ഒരു കോളത്തിലെ ടോട്ടൽ പറയാം. 5900 രൂപ വരും. അതായത് ക്രെഡിറ്റ് സൈഡിൽ 5900 വരും. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ടത് ഇതിന്റെ ബാലൻസ് ആണ് 3900 രൂപ ഡെബിറ്റ് സൈഡിൽ കൊണ്ട് എഴുതുക. ഇതിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കുറച്ചിട്ട് 3900 ഡെബിറ്റ് സൈഡിൽ കൊണ്ട് എഴുതുക. എന്നിട്ട് 5900 2 സൈഡിലും ഈക്വൽ ആക്കി ഇടുക. രണ്ട് സൈഡും ഈക്വൽ ആക്കി ഇടുക. 2 സൈഡൂടെ കൂട്ടുക. കൂടുതലുള്ള സൈഡിൽ നിന്ന് കുറവുള്ള സൈഡ് കുറയ്ക്കുക. കുറച്ചിട്ട് ടു ബാലൻസ് എന്ന് എഴുതുക. ടു ബാലൻസ് എന്ന് എഴുതിയിട്ട് എത്രയാണോ കുറവുള്ള എമൗണ്ട് ആ എമൗണ്ട് കുറവുള്ള സൈഡിൽ എഴുതി 2 സൈഡ് ഈക്വൽ ആക്കി എഴുതുക.
ഇതാണ് ക്യാഷ് അക്കൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ വരയ്ക്കേണ്ടി വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അക്കൗണ്ട്, കുറച്ച് അക്കൗണ്ടുകൾ വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. നെക്സ്റ്റ് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് എന്ന് വരയ്ക്കും. പർച്ചേസ് അക്കൗണ്ട് വീണ്ടും എഴുതുക. ഡേറ്റ്, പർട്ടിക്കുലർ എമൗണ്ട്, വീണ്ടും ഡേറ്റ്, പർട്ടിക്കുലർ എമൗണ്ട്. പർച്ചേസ് അക്കൗണ്ടിൽ നമുക്ക് അവിടെ ഐറ്റം നോക്കണം. ഒരു ഏപ്രിൽ 5-നും ഏപ്രിൽ 8-നും 2 പർച്ചേസുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടത്? ഒന്ന് ക്രെഡിറ്റ് പർച്ചേസ് ആണ്, ഒന്ന് ക്യാഷ് പർച്ചേസ് ആണ്. അപ്പൊ ഏപ്രിൽ 5 നോക്കിക്കേ, പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് ജേണലിന്റെ അകത്ത്. നെക്സ്റ്റ് പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു മിസ്റ്റർ രാം നരേൻ, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റ്, അപ്പൊ നമ്മളെ ഡെബിറ്റ് സൈഡിൽ മാത്രം എഴുതാനുള്ളൂ, ക്രെഡിറ്റ് സൈഡിൽ ഒന്നും എഴുതാനില്ല. അപ്പം പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എന്ന് പറഞ്ഞ് കിടക്കുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. താഴെ വരുന്നതെല്ലാം 2 എന്ന് പറഞ്ഞതെല്ലാം ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പം അവിടെ ഏപ്രിൽ 5 എന്ന് കൊടുക്കുക. ഏപ്രിൽ 5 എന്ന് കൊടുക്കുക ഡേറ്റ് കോളത്തിൽ. ടു ക്യാഷ്, ടു ക്യാഷ് എമൗണ്ട് കോളത്തിൽ എത്രയാണ്? ഒരു 400 രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അതവിടെ കാണിക്കുക. ടു ക്യാഷ് അക്കൗണ്ട് 400. ടു ക്യാഷ് 400. ഏപ്രിൽ 5 വീണ്ടും ടു മിസ്റ്റർ സോറി 8 കേട്ടോ. അടുത്ത എൻട്രി നിങ്ങൾ ജേണൽ ഒന്ന് നോക്കി പോണം. ജേണൽ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ലെഡ്ജർ പോസ്റ്റിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. ലെഡ്ജർ മനസ്സിലാവില്ല. അതുകൊണ്ട് ജേണൽ നോക്കി തന്നെ വേണം ലെഡ്ജറിലേക്ക് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഏപ്രിൽ 8 നമ്മൾ 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. എന്റെ കൂടെ ഒപ്പം തന്നെ ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഏപ്രിൽ 8 ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു മിസ്റ്റർ രാം എന്ന് പറഞ്ഞിട്ടൊരു എൻട്രി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പർച്ചേസസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വന്നിരിക്കുന്നത് എത്രയാ? 1000 ഏപ്രിൽ 8. അപ്പം ടു രാം എന്ന് കൊടുക്കുക. ടു രാം 1000 എന്ന് എഴുതുക. രാം എന്ന് കൊടുത്തിട്ട് 1000 എന്ന് 1000 രൂപ എന്ന് എമൗണ്ട് കോളത്തിൽ എഴുതണേ. ഇത്രയാണ് പർച്ചേസ് അക്കൗണ്ട് ചെയ്യേണ്ടതുള്ളൂ. ഏപ്രിൽ 5 2 ട്രാൻസാക്ഷൻ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അതവിടെ കാണിച്ചാൽ മതി.
ഇത്രയും ക്ലിയർ ആയോ പർച്ചേസ് അക്കൗണ്ട്? ഇനി ഇതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് വരയ്ക്കണം. സെയിൽസ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. വീണ്ടും ഡേറ്റ്, പർട്ടിക്കുലർ എമൗണ്ട്, അഗെയിൻ ഡേറ്റ്, പർട്ടിക്കുലർ എമൗണ്ട് എന്ന് കോളം വരയ്ക്കുക. കോളം വരച്ചെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ പർച്ചേസസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എഴുതേണ്ടത്. പർച്ചേസസിന് നേരെ ഓപ്പോസിറ്റ് ആണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ബൈ സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഡേറ്റ് എഴുതുക. ഡേറ്റ് കോളത്തിൽ ഏപ്രിൽ 16 എന്ന് എഴുതുക. ബൈ ക്യാഷ് എന്ന് എഴുതുക. ബൈ ക്യാഷ് എന്ന് പറഞ്ഞ എമൗണ്ട് കോളത്തിൽ 600 എഴുതുക. ഏപ്രിൽ 24 ബൈ രമേശ് എന്നും പറഞ്ഞ് ബൈ രമേശ്. ബൈ എന്ന് പറഞ്ഞ ക്രെഡിറ്റ് സൈഡ് ആണ്. ബൈ രമേശ്, എമൗണ്ട് കോളത്തിൽ 300 എന്ന് എഴുതി വെക്കുക. എമൗണ്ട് കോളത്തിൽ 300. ബൈ രമേശ് 300. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഇത്ര ഐറ്റം വരുന്നുള്ളൂ, 2 ഐറ്റം. ബൈ ക്യാഷ്, ബൈ രമേശ്. ഇനി നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്. അടുത്ത അക്കൗണ്ട്, എല്ലാത്തിനും അക്കൗണ്ട് വരയ്ക്കണേ. ഫർണിച്ചർ അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് ഹെഡിങ് ഫർണിച്ചർ അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഡേറ്റ്, പർട്ടിക്കുലർ, ഇങ്ങനെ ഓരോ കോളം കൊടുക്കണേ. ഡേറ്റ്, പർട്ടിക്കുലർ, പർട്ടിക്കുലർ വലുത്, എമൗണ്ട് കോളം, ജേണൽ പോളിയോ എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫോർമാറ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഡി മീൻസ് ഡേറ്റ്, പി പർട്ടിക്കുലേഴ്സ്, എ മീൻസ് എമൗണ്ട്, ഡി. വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കും. ഈ സൈഡ് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. അപ്പൊ എങ്ങനെ എഴുതണ്ട? ഫർണിച്ചറിന്റെ അവിടെ നോക്കിക്കേ. ഫർണിച്ചറിന്റെ അക്കൗണ്ടിന്റെ അകത്ത് നമ്മൾ അവിടെ പറയുന്നുണ്ട്, ഫർണിച്ചർ വാങ്ങിച്ചു ഏപ്രിൽ 3. ഏപ്രിൽ 3 ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ്, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്ന് പറയും. ഏപ്രിൽ 3 ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്നാണ്. ഏപ്രിൽ 3 നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാ? ഏപ്രിൽ 3 കൊണ്ടുപോയിട്ട് ടു ക്യാഷ് എന്ന് എഴുതുക. ടു ക്യാഷ് എവിടെ എഴുതേണ്ട? ഇവിടെ ആണ്. ടു ക്യാഷ് എന്ന് എഴുതേണ്ട സ്പേസ് ഇവിടെ ആണ്.
എനിക്കവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് 200 എന്ന് എമൗണ്ട് കോളത്തിൽ 200 എന്ന് എഴുതുക. ഇവിടെ ഡേറ്റ് എഴുതണേ, April 3rd. ടു ക്യാഷ് 200. അപ്പൊ ആ ഒരൊറ്റ ഐറ്റം മാത്രമേ നമുക്ക് ഫർണിച്ചർ അക്കൗണ്ടിലുള്ളൂ, വേറെ ഒരു ഐറ്റവും അവിടെ വരുന്നില്ല. ആ ഐറ്റം അവിടെ എഴുതുക. ഇനി നമുക്ക് അടുത്ത അക്കൗണ്ട് നോക്കാം. ഫർണിച്ചറിന്റെ അക്കൗണ്ടിൽ ഒരേ ഒരു ജേണൽ എൻട്രിയിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത എൻട്രി ആണ് രമേശ് അക്കൗണ്ട് അല്ലെ. രമേശിന് ഒരു അക്കൗണ്ട് വേണം. രമേശിന് ഒരു അക്കൗണ്ട് കൊടുക്കാൻ വീണ്ടും വരയ്ക്കുക. രമേശ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്തൊക്കെയാ വേണ്ടത്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. വീണ്ടും കൊടുക്കുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഡെബിറ്റ് സൈഡ് ഇത്, ഇത് ക്രെഡിറ്റ് സൈഡ്. അപ്പൊ രമേശിന്റെ അക്കൗണ്ട് നോക്കിക്കേ, നമുക്കവിടെ 2 ഐറ്റം വരുന്നുണ്ട്. April 24 നമ്മൾ ഒരു അക്കൗണ്ട് എഴുതിയിട്ടുണ്ട്, രമേശ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്ന്. രമേശിന് പൈസ കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. രമേശ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ്. 24 ഹെഡിങ് കൊടുക്കുക. 24th ഡേറ്റിന്റെ അവിടെ എഴുതുക. പർട്ടിക്കുലർ കോളത്തിൽ വേണം ടു സെയിൽസ് എന്ന് എഴുതാൻ. ടു സെയിൽസ്, പർട്ടിക്കുലർ കോളത്തിൽ ടു സെയിൽസ് എന്ന് എഴുതി. രമേശ് അക്കൗണ്ടിന്റെ അവിടെ ടു സെയിൽസ് എന്ന് എഴുതുക. 300 എന്ന് കൊടുക്കണേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുക. 28 ഡേറ്റ് 28 എന്ന് കൊടുക്കണം. അവിടെ എന്താണ്? പർട്ടിക്കുലർ കോളത്തിൽ ചെന്നിട്ട് ബൈ ക്യാഷ് എന്ന് എഴുതി വെക്കുക. ബൈ ക്യാഷ് 300 എന്നാണ് എഴുതേണ്ടത്. 300 ബൈ ക്യാഷ് 300. ത്രീ ഹൺഡ്രഡ് എന്ന് എഴുതണേ. അപ്പൊ ആ 2 സൈഡും നമുക്ക് ഫില്ലായി കഴിഞ്ഞു. 300 300 കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി ഒരു അക്കൗണ്ടും കൂടെ വരയ്ക്കാം. റെന്റ് അക്കൗണ്ട്. റെന്റ് അക്കൗണ്ട് വരയ്ക്കുക. റെന്റ് അക്കൗണ്ടിന്റെ മുകളിൽ എങ്ങനെ എഴുതും? വീണ്ടും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അഗെയിൻ വീണ്ടും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇതാണ് കോളം. കോളത്തിന്റെ ഡേറ്റിന്റെ അവിടെ റെന്റ് അക്കൗണ്ട്. നമ്മൾ റെന്റ് ജേണലിൽ നോക്കുക. ജേണൽ എൻട്രിക്കകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു റെന്റ് കൊടുത്തായിട്ട് പറയുന്നുണ്ട് അല്ലെ. റെന്റ് കൊടുത്തായിട്ട് എങ്ങനെ എഴുതിയിരിക്കുന്നത്? റെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. April 30 റെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്.
എവിടെയാ? ഡെബിറ്റ് സൈഡിലെ ക്യാഷ് കൊടുത്ത് പോയി ക്യാഷ് പോകുകയാണ് ചെയ്തത്. അപ്പൊ ടു ക്യാഷ് എന്ന് വേണം ഡെബിറ്റ് കോളത്തിൽ എഴുതാൻ, ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയി എഴുതാൻ. ടു ക്യാഷ് എന്നും പറഞ്ഞുകൊണ്ട് റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്നും പറഞ്ഞ് 100 എഴുതി വെക്കുക, 100. അത്രേ ഉള്ളൂ റെന്റിന്റെ അക്കൗണ്ട്. ഇനി നമുക്ക് എഴുതേണ്ട മറ്റൊരു അക്കൗണ്ടാണ് സാലറി അക്കൗണ്ട്. സാലറി അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. ഇതുപോലെ തന്നെ ഡേറ്റ്, പർട്ടിക്കുലർ എമൗണ്ട് എന്ന് കൊടുക്കുക. സാലറി അക്കൗണ്ടിന്റെ അകത്ത് നമുക്ക് ടു ക്യാഷ് എന്നാണ് വേണ്ടത്. സാലറി കൊടുത്തു എന്ന് കാണിക്കണം. ടു ക്യാഷ് എന്നും പറഞ്ഞ് 200 എഴുതുക. ടു സാലറി 200. സാലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് 200. ഇത്രയാണ് അക്കൗണ്ടുകൾ വരയ്ക്കേണ്ടത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്നുകൂടെ ചെയ്യാൻ നോക്കുക, ശ്രമിക്കണം. ജേണൽ നന്നായിട്ടിരുന്ന് പഠിച്ചെങ്കിൽ ലെഡ്ജർ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് 1-2 എണ്ണം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പം അടുത്ത ദിവസം ജേണലൊക്കെ കൂടുതൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചു പോവുക. എന്തെങ്കിലും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മള് പരിമിതമായ സമയമുള്ളൂ നമുക്ക്. അത് മാത്രമല്ല, ഓൺലൈനായിട്ട് ഒരു പ്രോബ്ലം പേപ്പർ എടുക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. നാളെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ പഠിക്കാം. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കൊണ്ട് വരിക. ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗം തന്നെയാണ് എടുത്തു പോകുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.